കൊറിയ വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ നേടുന്ന ഒരു നടപടിയെടുത്തിരിക്കുകയാണ്. ഞായറാഴ്ച അവർ അവരുടെ കിഴക്കൻ തീരത്ത് നിന്ന് കടലിലേക്ക് ഒന്നിലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. ഈ വിവരം ആദ്യം അറിയിച്ചത് സൗത്ത് കൊറിയ, ജപ്പാനായിരുന്നു. ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉത്തര കൊറിയ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടർച്ചയായി നടത്തിവരികയാണ്. ഇതിനെക്കുറിച്ച് വിശദമായി നോക്കാം. ഞാൻ ദേവിക ഷാജി. ഈ വർഷം മാത്രം നോക്കിയാൽ ഇത് ഉത്തര കൊറിയയുടെ 7ാമത്തെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണമാണ്. ഏപ്രിൽ മാസത്തിൽ മാത്രം 4ാമത്തെ പരീക്ഷണവുമാണിത്. അതായത് വളരെ ചെറിയ ഇടവേളകളിൽ തന്നെ അവർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുകയാണ്. ഇതവരുടെ സൈനിക ശേഷി വേഗത്തിൽ വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നുവെന്നത് ഉദാഹരണമാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് ഉത്തര കൊറിയയ്ക്ക് ഇത്തരത്തിലുള്ള നടപടികൾ എടുക്കാൻ പ്രേരണയായിരിക്കുന്നത്. ഒരു പ്രൊഫസർ പറഞ്ഞത് പ്രകാരം US ഇപ്പോൾ ഇറാൻ സംബന്ധമായ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഈ അവസരം ഉത്തര കൊറിയ ഒരു സുവർണ സമയമായി കാണുന്നു. അതായത് ലോകത്തിന്റെ ശ്രദ്ധ മറ്റിടങ്ങളിലേക്ക് മാറിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ആണവ മിസൈൽ ശേഷി ശക്തിപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നു. ഈ പുതിയ വിക്ഷേപണത്തെ തുടർന്ന് സൗത്ത് കൊറിയയിൽ അടിയന്തര സുരക്ഷാ യോഗം ചേർന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടുമുള്ള സുരക്ഷാ സാഹചര്യത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. ആയതിനാൽ തന്നെ അവർ ഇതിനെ വളരെ ഗൗരവത്തോടെ കാണുന്നു. ഈ മിസൈലുകൾ എവിടെ നിന്നാണ് വിക്ഷേപിച്ചതെന്ന് പരിശോധിക്കുമ്പോൾ ഉത്തര കൊറിയയുടെ കിഴക്കൻ തീരത്തുള്ള സിൻപോ നഗരത്തിന് സമീപമാണ് വിക്ഷേപണം നടന്നത്. രാവിലെ ഏകദേശം 6:10ഓടെയാണ് ഈ സംഭവം നടന്നതെന്ന് ദക്ഷിണ കൊറിയയുടെ സൈന്യം അറിയിച്ചു. മിസൈലുകൾ കടലിലേക്ക് വീണതായാണ് കരുതപ്പെടുന്നത്. അവ കൊറിയൻ ഉപദ്വീപിന്റെ കിഴക്ക് ഭാഗത്ത് കടലിൽ പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. ജപ്പാൻ സർക്കാർ നൽകിയ വിവരങ്ങൾ പ്രകാരം ഈ മിസൈലുകൾ അവരുടെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് കടന്നു കയറിയിട്ടില്ല എന്നാണ്. ഇതൊരു ആശ്വാസകരമായ കാര്യമായിരുന്നെങ്കിലും ആശങ്ക പൂർണ്ണമായും മാറിയിട്ടുമില്ല. ഈ സംഭവത്തിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അടുത്തിടെ ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിൽ ഒരു ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയിൽ ഉത്തര കൊറിയയെക്കുറിച്ചുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനിടെയാണ് ഈ മിസൈൽ പരീക്ഷണം നടന്നത്. ആയതിനാൽ തന്നെ ഇതൊരു സന്ദേശമായി കാണുന്നവരുമുണ്ട്. ഉത്തര കൊറിയയുടെ ആണവശേഷിയെക്കുറിച്ചും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. IAEAയുടെ തലവനായ റാഫേൽ ഗ്രോസ് പറഞ്ഞത് പ്രകാരം ഉത്തര കൊറിയ ഒരു പുതിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന കഴിവിൽ അവർ വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. ഇത് ലോകത്തിലൊരു വലിയ ആശങ്കയാണ്. കാരണം ആണവായുധ ശേഷി വർദ്ധിപ്പിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമാകാം. അതേസമയം ഉത്തര കൊറിയ ഈ കാര്യത്തിൽ തങ്ങളുടെ നിലപാട് വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഉത്തര കൊറിയൻ നേതാവായ കിം ജോങ് ഉൻ കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞത് അവരുടെ രാജ്യത്തിന്റെ ആണവശേഷി മാറ്റാനാവാത്ത ഒന്നാണിതെന്നാണ്. അതായത് അവർ ഈ വഴിയിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ല. അവരുടെ ദേശീയ സുരക്ഷയ്ക്കായി സ്വയം പ്രതിരോധ ആണവശേഷി നിർബന്ധമാണെന്നും അദ്ദേഹം പറയുന്നു. ഇവിടെയാണ് പ്രധാന പ്രശ്നം നിലനിൽക്കുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളും ഉത്തര കൊറിയയുടെ ഈ പ്രവർത്തനങ്ങളെ എതിർക്കുന്നു. പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഇത്തരം മിസൈൽ പരീക്ഷണങ്ങളെ നിരോധിച്ചിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഈ പരീക്ഷണങ്ങൾ UNSCയുടെ ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നാൽ ഉത്തര കൊറിയ ഈ വിമർശനങ്ങൾ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് ഇത് അവരുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമാണെന്നാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം നടപടികൾ ആവശ്യമാണെന്നാണ് അവരുടെ വാദം. ഇതൊരു സങ്കീർണമായ അവസ്ഥയാണ്. ഒരു വശത്ത് സുരക്ഷാ ആശങ്കകൾ ഉയരുമ്പോൾ മറുവശത്ത് ഒരു രാജ്യത്തിന്റെ സ്വയം പ്രതിരോധ അവകാശത്തെക്കുറിച്ചുള്ള ചർച്ചയും നിലനിൽക്കുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉത്തര കൊറിയ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഇടവിടാതെ നടത്തുകയാണ്. ഇതിലൂടെ അവർ അവരുടെ സൈനിക ശേഷി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. മിസൈൽ സാങ്കേതിക വിദ്യയിൽ വലിയ പുരോഗതി കൈവരിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ സമീപ രാജ്യങ്ങൾ വരെ ജാഗ്രത പുലർത്തുകയാണ്. സൗത്ത് കൊറിയയും ജപ്പാനും സുരക്ഷ ശക്തമാക്കുന്ന നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. USഉം ഈ വിഷയത്തിൽ അടുത്തുനിന്ന് നിരീക്ഷണം തുടരുന്നു. ലോകരാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഒരേ സമയം നടക്കുകയാണ്. വിവിധ മേഖലകളിൽ സംഘർഷങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് ഉത്തര കൊറിയയുടെ ഈ നീക്കങ്ങൾ. ആയതിനാൽ തന്നെ ഇവയെ കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അതേസമയം ചിലർ പറയുന്നത് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഒരു തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണെന്നാണ്. അതായത് അന്താരാഷ്ട്ര ചർച്ചകളിൽ കൂടുതൽ പ്രാധാന്യം നേടാൻ ഇത്തരം നടപടികൾ ഉപയോഗപ്പെടുന്നു. ഇതൊരു രാഷ്ട്രീയ കളിയുടെ ഭാഗമായും കണക്കാക്കപ്പെടുന്നു. ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമല്ല. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഇതിനെ ബാധിക്കും. സമാധാനപരമായ ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമങ്ങൾ തുടരേണ്ടതുണ്ട്. ഉത്തര കൊറിയയുടെ പുതിയ മിസൈൽ പരീക്ഷണം ലോകത്തിന് വീണ്ടും ഒരു മുന്നറിയിപ്പുമായി മാറിയിരിക്കുകയാണ്. സുരക്ഷ, രാഷ്ട്രീയം, ആണവശേഷി എന്നിവയെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു പ്രശ്നം കൂടിയാണിത്. ആയതിനാൽ തന്നെ ഇതിനെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടത് എല്ലാ രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തം കൂടിയാണ്.